അധ്യായം 14. രാജാവിന്റെ മനസ്സ് അബ്ശാലോമിന്റെ നേരെ ചാഞ്ഞിരിക്കുന്നുവെന്ന് സെരൂയയുടെ മകനായ യോവാബ് അറിഞ്ഞപ്പോൾ തെക്കോവയിലേക്ക് ആളയച്ച് അവിടെ നിന്ന് വിവേകവതിയായ ഒരു സ്ത്രീയെ വരുത്തി അവളോട്, മരിച്ചുപോയവനെക്കുറിച്ച് ഏറിയ നാളായിട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ ഭാവത്തിൽ നീ ദുഃഖം നടിച്ച് ദുഃഖവസ്ത്രം ധരിച്ചും തൈലം പൂശാതെയും രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട് ഇന്നിന്റെ പ്രകാരം സംസാരിക്കണമെന്ന് പറഞ്ഞു. യോവാബ് വാചകം അവൾക്ക് ഉപദേശിച്ചു കൊടുത്തു. ഇങ്ങനെ തെക്കോവാക്കാരിയായ സ്ത്രീ രാജാവിനോട് സംസാരിപ്പാൻ ചെന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. രാജാവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. രാജാവ് അവളോട്, നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചതിന് അവൾ പറഞ്ഞത്, അടിയൻ ഒരു വിധവയാകുന്നു, ഭർത്താവ് മരിച്ചുപോയി. എന്നാൽ അടിയൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ വയലിൽ വെച്ച് തമ്മിൽ കലഹിച്ചു. അവരെ പിടിച്ചു മാറ്റുവാൻ ആരുമില്ലായകൊണ്ട് ഒരുത്തൻ മറ്റവനെ അടിച്ചു കൊന്നു. കുലം മുഴുവനും അടിയന്റെ നേരെ എഴുന്നേറ്റു. സഹോദരഘാതകനെ ഏൽപ്പിച്ചു തരിക, അവൻ കൊന്ന സഹോദരന്റെ ജീവന് പകരം അവനെ കൊന്ന് അങ്ങനെ അവകാശിയെ നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെ അവർ എൻ്റെ ഭർത്താവിന് പേരും സന്തതിയും ഭൂമിയിൽ വെച്ചേക്കാതെ എനിക്ക് ശേഷിച്ചിരിക്കുന്ന കനലും കെടുത്തിക്കളയുവാൻ ഭാവിക്കുന്നു. രാജാവ് സ്ത്രീയോട്, നിന്റെ വീട്ടിലേക്ക് പോകാം, ഞാൻ നിന്റെ കാര്യത്തിൽ കൽപ്പന കൊടുക്കുമെന്ന് പറഞ്ഞു. ആ തെക്കോവാക്കാരി രാജാവിനോട്, എൻ്റെ യജമാനായ രാജാവെ, കുറ്റം എൻ്റെ മേലും എൻ്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ, രാജാവിനും സിംഹാസനത്തിനും കുറ്റമില്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ്, നിന്നോട് വല്ലതും പറയുന്നവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, അവൻ പിന്നെ നിന്നെ തൊടുകയില്ല എന്ന് പറഞ്ഞു. രക്തപ്രതികാരകൻ അധികം സംഹാരം ചെയ്യുകയും എൻ്റെ മകനെ അവർ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് രാജാവ് ദൈവമായ യഹോവയെ ഓർക്കണമേ എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, യഹോവയാണ്, നിന്റെ മകൻ്റെ ഒരു രോമം പോലും നിലത്ത് വീഴുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ യജമാനായ രാജാവിനോട്, അടിയനൊരു വാക്ക് ബോധിപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. പറക എന്ന് അവൻ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യം നീ ദൈവത്തിന്റെ ജനത്തിന് വിരോധമായി വിചാരിക്കുന്നതെന്ത്? രാജാവ് തന്റെ ഭ്രഷ്ടനെ മടക്കി വരുത്താഞ്ഞതിനാൽ ഇപ്പോൾ കൽപ്പിച്ച വചനം കൊണ്ട് രാജാവ് തന്നെ കുറ്റക്കാരനെന്ന് വന്നുവല്ലോ. നാം മരിക്കേണ്ടുന്നവരല്ലോ. നിലത്ത് ഒഴിച്ചു കളഞ്ഞതും വീണ്ടും ചേർത്തുകൂടാത്തതുമായ വെള്ളം പോലെ ഇരിക്കുന്നു. ദൈവം ജീവനെ എടുത്തു കളയാതെ ഭ്രഷ്ടനായവൻ തനിക്ക് ഇനിയും ഭ്രഷ്ടനായിരിക്കാതെ വണ്ണം മാർഗം ചിന്തിക്കുന്നു. ഞാനിപ്പോൾ യജമാനായ രാജാവിനെ ഈ കാര്യം ഉണർത്തിപ്പാൻ വന്നത് ജനമെന്നെ ഭയപ്പെടുത്തുന്നതുകൊണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ രാജാവിനെ ഉണർത്തിക്കട്ടെ, പക്ഷേ രാജാവ് അടിയന്റെ അപേക്ഷ പ്രകാരം ചെയ്യുമായിരിക്കും. രാജാവ് കേട്ട് എന്നെയും എൻ്റെ മകനെയും ഒന്നിച്ച് ദൈവത്തിന്റെ അവകാശത്തിൽ നിന്ന് നശിപ്പിക്കാൻ ഭാവിക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമല്ലോ എന്ന് അടിയൻ വിചാരിച്ചു. യജമാനായ രാജാവിന്റെ കൽപ്പന ആശ്വാസമായിരിക്കട്ടെ. ഗുണവും ദോഷവും തിരിച്ചറിയുവാൻ യജമാനായ രാജാവ് ഒരു ദൈവദൂതനെ പോലെ ഇരിക്കുന്നുവെന്നും അടിയൻ വിചാരിച്ചു. അതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. രാജാവ് സ്ത്രീയോട്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുന്നു, അതെന്നോട് മറച്ചു വയ്ക്കരുതെന്ന് പറഞ്ഞു. യജമാനായ രാജാവ് കൽപ്പിച്ചാലുമെന്ന് സ്ത്രീ പറഞ്ഞു. അപ്പോൾ രാജാവ്, ഇതിലൊക്കെയും യോവാബിന്റെ കയ്യില്ലയോ എന്ന് ചോദിച്ചതിന് സ്ത്രീ ഉത്തരം പറഞ്ഞത്, യജമാനായ രാജാവേ, നിന്റെ ജീവനാണ്. യജമാനായ രാജാവ് അരുളി ചെയ്താൽ വലത്തോട്ടോ ഇടത്തോട്ടോ ആർക്കും മാറിക്കൂടാ. നിന്റെ ഭൃത്യനായ യോവാബ് തന്നെയാകുന്നു ഇത് അടിയനോട് കൽപ്പിച്ചത്. അവൻ തന്നെ ഈ വാചകമൊക്കെയും അടിയൻ ഉപദേശിച്ചു തന്നത്. കാര്യത്തിന്റെ രൂപം മാറ്റേണ്ടതിന് നിന്റെ ഭൃത്യനായ യോവാബ് ഇത് ചെയ്തിരിക്കുന്നു. എന്നാൽ ഭൂമിയിലുള്ളതൊക്കെയും അറിയുവാൻ ഒരു ദൈവദൂതന്റെ ജ്ഞാനത്തിനൊത്തവണ്ണം എൻ്റെ യജമാനൻ ജ്ഞാനമുള്ളവനാകുന്നു. രാജാവ് യോവാബിനോട്, ഞാൻ ഈ കാര്യം സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ചെന്ന് അബ്ശാലോം കുമാരനെ കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. യോവാബ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു, രാജാവിനെ അഭിനന്ദിച്ചു. യജമാനായ രാജാവേ, അടിയന്റെ വാക്കുപോലെ രാജാവ് ചെയ്തതുകൊണ്ട് അടിയന് തിരുമുമ്പിൽ കൃപ ലഭിച്ചുവെന്ന് അടിയൻ ഇന്ന് അറിയുന്നുവെന്ന് യോവാബ് പറഞ്ഞു. അങ്ങനെ യോവാബ് പുറപ്പെട്ട് ഗെശൂരിൽ ചെന്ന് അബ്ശാലോമിനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ രാജാവ്, അവൻ തന്റെ വീട്ടിലേക്ക് പോകട്ടെ, എൻ്റെ മുഖം അവൻ കാണരുതെന്ന് കൽപ്പിച്ചു. അങ്ങനെ അബ്ശാലോം തന്റെ വീട്ടിൽ പോയി രാജാവിന്റെ മുഖം കണ്ടതുമില്ല. എന്നാൽ എല്ലാ ഇസ്രയേലും സൗന്ദര്യം കൊണ്ട് അബ്ശാലോമിനോളം ശ്ലാഘ്യനായ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. ആടിതൊട്ട് മുടിവരെ അവനൊരു ഊനവുമില്ലായിരുന്നു. അവൻ തന്റെ തലമുടി ആണ്ടുതോറും കത്തിരിപ്പിച്ചു കളയും. അത് തനിക്ക് ഭാരമായിരിക്കിയാൽ അത്രേ കത്തിരിപ്പിച്ചത്. അവന്റെ തലമുടി കത്തിരിച്ചാൽ രാജതൂക്കത്തിന് 200 ശേക്കൽ കാണും. അബ്ശാലോമിന് 3 പുത്രന്മാരും താമാർ എന്നു പേരുള്ള ഒരു മകളും ജനിച്ചിരുന്നു. അവൾ സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു. രാജാവിന്റെ മുഖം കാണാതെ അബ്ശാലോം 2 സംവത്സരം മുഴുവനും യെരൂശലേമിൽ പാർത്തു. ആകയാൽ അബ്ശാലോം യോവാബിനെ രാജാവിന്റെ അടുക്കൽ അയക്കേണ്ടതിന് അവനെ വിളിപ്പാൻ ആളയച്ചു. എന്നാൽ അവൻ അവന്റെ അടുക്കൽ ചെന്നില്ല. രണ്ടാമതും പറഞ്ഞയച്ചിട്ടും അവൻ ചെന്നില്ല. അതുകൊണ്ട് അവൻ തന്റെ ഭൃത്യന്മാരോട്, എന്റെ നിലത്തിനരികെ യോവാബിനൊരു നിലമുണ്ടല്ലോ, അതിൽ യവം വിളഞ്ഞു കിടക്കുന്നു, നിങ്ങൾ ചെന്ന് തീ വെച്ച് ചുട്ടുകളവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ശാലോമിന്റെ ഭൃത്യന്മാർ ആ കൃഷി ചുട്ടുകളഞ്ഞു.
അപ്പോൾ യോവാബ് എഴുന്നേറ്റ് അബ്ശാലോമിന്റെ വീട്ടിൽ ചെന്ന് അവനോട്, നിന്റെ ഭൃത്യന്മാരന്റെ കൃഷി ചുട്ടുകളഞ്ഞത് എന്തെന്ന് ചോദിച്ചു. അബ്ശാലോം യോവാബിനോട്, ഞാൻ ഗശൂരിൽ നിന്ന് എന്തിനു വന്നിരിക്കുന്നു? ഞാൻ അവിടെ തന്നെ പാർത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് രാജാവിനോട് പറവാൻ നിന്നെ അവന്റെ അടുക്കൽ അയക്കേണ്ടതിന് നീ ഇവിടെ വരേണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. എനിക്കിപ്പോൾ രാജാവിന്റെ മുഖം കാണണം. എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ എന്ന് പറഞ്ഞു. യോവാബ് രാജാവിന്റെ അടുക്കൽ ചെന്ന് വസ്തുത അറിയിച്ചു. അവൻ അബ്ശാലോമിനെ വിളിപ്പിച്ചു. അവൻ രാജാവിന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ മുൻപാകെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. രാജാവ് അബ്ശാലോമിനെ ചുംബിച്ചു.